ഹലോ, നല്ലൊരു അടിപൊളി സ്വീറ്റ് ഡെസേർട്ടാണേ. നമ്മളെ വീട്ടിൽ നോർമലി ഉണ്ടാകുന്ന ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. ഞാൻ ഇത് 3.5 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ 1/2 കപ്പ് മൈദ ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതിനൊരു സോസ് പോലെ ആക്കിയിട്ടെടുക്കാം. ഇനി ഒരു 5.5 ടേബിൾ സ്പൂൺ ഷുഗർ 1/3 കപ്പ് അതും കൂടി ചേർത്തിട്ട് 1/2 ടീസ്പൂൺ വാനിലയും കൂടി ചേർത്ത് ഒന്നും കൂടി തിളപ്പിച്ചെടുത്താൽ ബേസ് റെഡിയായി. ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റി ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഒരു കാരമൽ സോസാണ് ഉണ്ടാക്കേണ്ടത്. സോസിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂണ് കോൺഫ്ലോർ എടുക്കുക. എന്നിട്ട് 1/2 കപ്പിന് താഴെ വെള്ളം എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് കട്ടയൊന്നുമില്ലാണ്ട് മിക്സാക്കി എടുക്കാം. 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് കരിയാണ്ട് നോക്കണേ, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം കാരമലൈസായി വരുമ്പോൾ 1/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇപ്പോൾ കട്ട പിടിച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലോർ ഇല്ലേ, അതും കൂടി ചേർത്ത് നല്ലൊരു സോസാക്കി എടുക്കാം. ഇനി ഈ കാരമൽ സോസ് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ മേലെ ടോപ്പ് ലെയറായിട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒന്ന് തണുപ്പിച്ചെടുത്താൽ നല്ല കിടിലൻ ഡെസേർട്ട് ഇട്ട് റെഡിയായി. നമുക്ക് പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം ഇത് പെട്ടെന്ന് അങ്ങനെ മെൽട്ടായി പോകുന്നില്ല. ചെറുതായിട്ടെല്ലാം കട്ട് ചെയ്തിട്ടൊരു ടൂത്ത് പിക്കിലെല്ലാം കുത്തിവെച്ച അടിപൊളിയായിരിക്കും. നല്ല സോഫ്റ്റാണ്. ബേസ് ചെറിയൊരു ചൂയാണ്, ചെറുതായിട്ട് നല്ല കിഡിലായിട്ടാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലെല്ലാം അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.